സ്കോഡ എന്ന വാഹന നിർമ്മാതാക്കൾ കഴിഞ്ഞ 20 വർഷമായി ഇന്ത്യയിൽ കാറുകൾ വിൽക്കുന്നു. ഇന്ത്യൻ മാർക്കറ്റിൽ അവർ അധികവും വിറ്റിരുന്നത് സെഡാൻ കാറുകൾ തന്നെയായിരുന്നു. അവരുടെ സെഡാൻ മോഡൽ കാറുകളിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു കാറാണ് സ്കോഡ റാപ്പിഡ്. അവരുടെ പെട്രോൾ എഞ്ചിൻ ആയിരുന്നാലും ഡീസൽ എഞ്ചിൻ ആയിരുന്നാലും റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ തന്നെയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഒരു മാസ് മാർക്കറ്റിലെ അവരുടെ പെട്രോൾ ആൻഡ് ഡീസൽ എഞ്ചിൻ ഓപ്ഷൻസിലെ ഒരുപാട് പ്രോബ്ലംസും ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ സ്കോഡ സൂപ്പർ ബാൻഡ് ഒക്ടോവിയ എന്ന കാറുകൾ റെസ്പെക്റ്റീവ് സെഗ്മെന്റിലെ ബെഞ്ച് മാർക്ക് നേടിയിരുന്ന കാറുകൾ തന്നെയായിരുന്നു. എന്നാൽ പടിപ്പടിയായിട്ട് സെഡാൻ കാറുകളുടെ ഡിമാൻഡ് കുറഞ്ഞതിനാൽ സ്കോഡയുടെ സെയിൽസ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2019 സ്കോഡ എന്ന കമ്പനി ഒരു ഡിസിഷൻ എടുക്കുകയുണ്ടായി. ഇന്ത്യ 2.0 എന്ന പേരിൽ സ്കോഡ ആൻഡ് ഫോക്സ് വാഗൻ ഒരുമിച്ചുകൊണ്ട് ഒരു പുതിയ പ്ലാറ്റ്ഫോം നിർമ്മിച്ച് ബാക്ക് ടു ബാക്ക് ആയിട്ട് പുതിയ പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്തു. അതിൽ സ്കോഡ സ്ലാവിയയും കുഷാക്കും ഉൾപ്പെടും. സ്കോഡ സ്ലാവിയ എന്ന് പറയുന്നത് ഇന്ത്യൻ സെഡാൻ സെഗ്മെന്റിൽ നമ്പർ 1 തന്നെയാണ്. ഈ സെഗ്മെന്റിൽ ഹോണ്ട സിറ്റി, ഹ്യുണ്ടായി വെർണയേക്കാൾ കൂടുതൽ സെയിൽ ചെയ്യുന്ന വാഹനം തന്നെയാണ് സ്കോഡ സ്ലാവിയ. കുഷാക്കും കോമ്പാക്ട് SUV സെഗ്മെന്റിൽ ഡീസന്റ് ആയിട്ടുള്ള സെയിൽ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സക്സസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി അടുത്തടുത്ത് അഫോർഡബിൾ സെഗ്മെന്റിലെ കാറുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിൽ പുതിയൊരു പ്രോഡക്റ്റ് ആയിട്ട് സബ് 4 മീറ്റർ കോമ്പാക്ട് SUV സെഗ്മെന്റിലെ പുതിയൊരു കാർ ലോഞ്ച് ചെയ്യുന്നു എന്നുള്ള കാര്യം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാറിന് പേരിട്ടിരിക്കുന്നത് കൈലാക് എന്നാണ്. ഈ പേര് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഒരു ക്യാമ്പയിനും സ്കോഡ നടത്തിയിട്ടുണ്ടായിരുന്നു. സ്കോഡയുടെ പുതിയ SUVക്ക് നിങ്ങൾ പേര് നൽകൂ എന്ന ക്യാമ്പയിൻ ആയിരുന്നു അത്. ആ ക്യാമ്പയിനിൽ 2 ലക്ഷത്തിലധികം നൈമിംഗ് സജഷൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് കമ്പനി പറയുന്നത്. ആ നൈമിംഗ് സജഷൻസിൽ കെയിൽ തുടങ്ങുന്നതും ക്യൂവിൽ അവസാനിക്കുന്നതുമായ പേരുകൾ സജസ്റ്റ് ചെയ്യണമെന്നായിരുന്നു സ്കോഡ അറിയിച്ചിരുന്നത്. കൈലാക് എന്ന പേരിന് സംസ്കൃതത്തിൽ ക്രിസ്റ്റൽ എന്ന അർത്ഥമാണുള്ളത്. സ്കോഡ പറയുന്നത് ഈ കാർ ഇന്ത്യക്ക് വേണ്ടി സ്പെസിഫിക് ആയിട്ട് നിർമ്മിച്ചതാണെന്നാണ്. കുറഞ്ഞ മെയിന്റനൻസും കൂടുതൽ കാര്യക്ഷമതയുമുള്ള ഒരു കോമ്പാക്ട് SUV തന്നെയായിരിക്കും ഇതെന്നാണ് സ്കോഡ പറയുന്നത്. സ്കോഡയുടെ സോളിഡ് ആയിട്ടുള്ള ഡിസൈൻ ലാംഗ്വേജിൽ വരുന്ന പുതിയൊരു കാർ തന്നെയായിരിക്കും കൈലാക്. സ്കോഡയുടെ ഈ പ്ലാറ്റ്ഫോമിനെ പറ്റി നോക്കുമ്പോൾ MQB AO ഇന്ത്യ എന്ന പ്ലാറ്റ്ഫോമിലാണ് ഇത് വരുന്നത്. ഈ സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ് കുഷാക്കിലും സ്ലാവിയയിലും ഉപയോഗിച്ചിരിക്കുന്നത്. സ്കോഡ കാണിച്ചിരിക്കുന്ന ടീസർ വെച്ച് നോക്കുമ്പോൾ കുഷാക്കിൽ നിന്ന് ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കേബിൻ ലേഔട്ടും കുഷാക്കിലുള്ളതിന്റെ സിമിലർ ആയിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. വെന്റിലേറ്റഡ് സീറ്റ്സും പനോരമിക് സൺറൂഫും സെന്റർ ടച്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും സ്റ്റിയറിംഗ് കൺട്രോൾസും അത്തരത്തിലുള്ള മോഡേൺ ഫീച്ചേഴ്സും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു കോമ്പാക്ട് SUV തന്നെയായിരിക്കും കൈലാക്. സേഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്കോഡ ഇതുവരെ ഇറക്കിയിട്ടുള്ള ഒരു കാറുകൾക്ക് വേണ്ടിയും കോംപ്രമൈസ് ചെയ്യാത്ത ഒരിടമാണ് സേഫ്റ്റി ഫീച്ചർ. ഇതേ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സ്കോഡ സ്ലാവിയയ്ക്കും കുഷാക്കിനും 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട് എന്ന കാരണത്താൽ ഇതിനും 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടുമെന്ന് തന്നെ അനുമാനിക്കാം. എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1.5 ലിറ്റർ TSI എഞ്ചിനാണ് കുഷാക്കിനും സ്ലാവിയയ്ക്കും കൊടുത്തിട്ടുള്ളത്. എന്നാൽ കൈലാക്കിന് അവരുടെ ലോവർ ആൻഡ് മോഡൽസിൽ കൊടുത്തിട്ടുള്ള 1 ലിറ്റർ TSI എഞ്ചിൻ 113 bhp 178 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യും. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും അവൈലബിൾ ആണ്. ഇതേ സെയിം സെഗ്മെന്റിലുള്ള മറ്റു വാഹനങ്ങൾ എന്ന് പറയുന്നത് മാരുതി സുസുക്കി ബ്രെസ, ടാറ്റ നെക്സോൺ, മഹീന്ദ്ര 3XO, ഹ്യുണ്ടായി വെന്യൂ, കിയ സോണറ്റ്, റെനോൾട്ട് കൈഗർ, നിസാൻ മാഗ്നറ്റ് എന്നിവയുമായാണ്. ഇന്ത്യ മുഴുവനായി ഈ കാർ ഇപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2025 ഫസ്റ്റിൽ തന്നെ ഈ കാർ പ്രതീക്ഷിക്കാം. സബ് 4 മീറ്റർ കോമ്പാക്ട് SUV എന്ന നിലയിൽ ടാക്സിൽ ബെനിഫിറ്റ് ഉള്ളത് കാരണം പ്രൈസിംഗും അട്രാക്റ്റീവ് ആയിരിക്കും. നിലവിൽ സ്ലാവിയ, കുഷാക് പോലുള്ള കാറുകൾ 10.69 lakhs ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. സബ് 4 മീറ്റർ SUV ആയതുകൊണ്ട് തന്നെ 8 lakhിനുള്ളിൽ നിർത്തിക്കൊണ്ടായിരിക്കും പ്രൈസിംഗ് സ്റ്റാർട്ട് ആകുന്നത്. നിങ്ങളിൽ ആരെങ്കിലും സ്കോഡ കൈലാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വണക്കം.